നമസ്കാരം. ഘൃതസ്മൃതി ബുദ്ധ്യാഗ്നി ശുക്രൗജ കഫമേതോ വിവർധനം ആയുപരം ബലകരം സുരവർണ്ണ പ്രസാദനം എന്നുള്ളത് പറയുന്നത് എന്തിനെ കുറിച്ചാണെന്നല്ലേ? മറ്റൊന്നുമല്ല, നെയ്യിനെ കുറിച്ചിട്ടാണ്. സ്നേഹാനം ശ്രേഷ്ഠം ഘൃതം എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. ആയുർവേദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്നത്, അതായത് ഓയിൽ തുടങ്ങിയിട്ടുള്ള ഇത്തരം സ്നേഹന ദ്രവ്യങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് പറയുന്നത് ഘൃതം അല്ലെങ്കിൽ നെയ്യിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നെയ്യ് ശരിയായിട്ടുള്ള അളവിൽ എങ്ങനെ കഴിക്കണം, ഇത് കഴിച്ചാലുള്ള ഗുണങ്ങളും ആർക്കൊക്കെ എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഞാൻ ഡോക്ടർ സജിത ദിജൻ. പഴമക്കാർ ഇതിനെ സ്വർണമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയേറെ നമുക്ക് ആരോഗ്യത്തിന് ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് നെയ്യ് എന്നുള്ളത്. ഇനി നെയ്യ് ഒരു ദിവസത്തിൽ ഒരു സ്പൂണിൽ കൂടുതലായിട്ട് കഴിക്കേണ്ടതില്ല. ഇങ്ങനെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ള അറിയണ്ടേ? പ്രധാനമായിട്ടും നമുക്ക് പലവിധ പ്രശ്നങ്ങളും വരുന്നത് ദഹനത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഈ ദഹനം മാറ്റാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശപ്പില്ലായ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ദഹനം കൃത്യമായിട്ടില്ലെങ്കിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. എല്ലാവരും കരുതും അസിഡിറ്റി പോലുള്ള ദഹന പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ അമിതമായിട്ടുള്ള തലവേദന, മലബന്ധ പ്രശ്നം, പ്രമേഹം, ചർമ്മ പ്രശ്നം, താരൻ ഇവയെല്ലാം വരാൻ സാധ്യത കൂടുതലാണ്. ഈ ദഹന പ്രശ്നം ഇല്ലാതാക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണ് നെയ്യ്. ഇന്നും രാവിലെ വെറും വയറിൽ 1 ടീസ്പൂൺ ശുദ്ധമായ പശുവിൻ നെയ്യ് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഈ നെയ്യ് തന്നെ നമുക്ക് പലർക്കും ലാക്ടോസ് ഇൻടോളറൻസ് എന്നുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ ദഹനത്തിന് പ്രശ്നങ്ങൾ വരുന്ന അത്തരം ലാക്ടോസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്ക് പോലും നെയ്യ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് നെയ്യ് പോലും ഒഴിവാക്കാറുള്ളത്. അപ്പം ഇത് മാത്രമല്ല, ഇനി പൈൽസ് രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് നെയ്യിൽ നന്നായിട്ട് ചെറിയുള്ളി കുറച്ചധികം തന്നെ മൂപ്പിച്ചിട്ട് കഴിക്കുന്നതും നല്ലതാണ്. ഇനി അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലിൽ മലബന്ധം പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ട് കഴിക്കാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നല്ല ശരീരബലം കിട്ടാനായിട്ടും അല്ലെങ്കിൽ കാന്തി കോംപ്ലക്ഷൻ, ബോഡിക്കൊരു ഹെൽത്തി കോംപ്ലക്ഷൻ സ്കിന്നിനൊക്കെ കൊടുക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. വരണ്ട ചർമ്മമുള്ളവർക്ക് ഏറെ നല്ലതാണ്. അതുമാത്രമല്ല, കുട്ടികൾക്കൊക്കെ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല മെമ്മറി അല്ലെങ്കിൽ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവർക്ക് ഓർമ്മശക്തി കൂടുതലായിരിക്കും. സ്കിന്നിനൊക്കെ നല്ലൊരു തിളക്കം നൽകാൻ ഇത് സഹായിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങളുണ്ട്, വിശപ്പില്ലായ്മ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ചൂടുള്ള ചോറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് അല്ലെങ്കിൽ അല്പം ഇന്ദുപ്പ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു ഉരുളയിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആ ഒരു ദഹനരസങ്ങളെയൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശപ്പുണ്ടാക്കാൻ നല്ലതാണ്. മിതമായ അളവിൽ നെയ്യ് കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുകയെ, കാരണം നെയ്യിൽ ഹെൽത്തി ഫാറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നതായതുകൊണ്ട് ശരീരത്തിന് വേണ്ട ഊർജ്ജം നൽകുന്നുണ്ട്. അതുകൊണ്ട് വെറും വയറിൽ നെയ്യ് കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും. ഇങ്ങനെയൊക്കെ ആയാലും നെയ്യ് പാലിൽ കഴിക്കാൻ പറഞ്ഞു, ചോറിൻ്റെ ഉരുളയുടെ കൂടെ ഉള്ളിയിൽ മൂപ്പിച്ചും മാത്രമല്ല, രാവിലെ എഴുന്നേറ്റുള്ള ഉടനെ നമുക്ക് കഴിക്കുന്ന മധുരമൊന്നും ചേർക്കാത്ത കോഫി പോലുള്ളതിൽ നെയ്യ് ചേർത്ത് കഴിക്കാം. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ചൂടുവെള്ളത്തിൽ, ഒരു ഇളം ചൂടുവെള്ളത്തിലേക്ക് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കഴിക്കാം. തലച്ചോറിൻ്റെ ആരോഗ്യം നിലനിർത്താനും നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. ഇത് തലച്ചോറിലെ കോശങ്ങളുടെ ആരോഗ്യത്തിന് ഉപകരിക്കുന്ന പോഷകങ്ങളൊക്കെ നെയ്യിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നെയ്യ് പതിവായിട്ട് കഴിച്ചാൽ നമുക്ക് ഓർമ്മശക്തിയും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നെ ഇത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായിട്ടുള്ള ഡി, കെ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ എ ഇവയൊക്കെ നെയ്യിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങൾ നമ്മുടെ പ്രതിരോധശേഷി ഉൾപ്പെടെയുള്ള നമ്മുടെ ശരീര പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കാനാണ് സഹായിക്കുന്നത്. മറ്റ് ഭക്ഷണങ്ങളിൽ നിന്നുള്ള കൊഴുപ്പ് ലയിക്കുന്ന ധാതുക്കളും വിറ്റാമിനുകളും ആഗിരണം ചെയ്യാനായിട്ട് ശരീരത്തിനെ സഹായിക്കാനുള്ള നെയ്യിൻ്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും കാൽസ്യം കുറവ് എല്ലാവരിലും കാണുന്നതാണ്. അപ്പം നമുക്ക് കാൽസ്യം ഒക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും, കാൽസ്യം ഗുളികകളായാൽ പോലും അതിൽ നിന്നൊക്കെ ഇതിനെ ശരീരം ആഗിരണം ചെയ്യാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നത് ഇത്തരം നെയ്യാണ്.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പലർക്കും ചിന്തയിൽ പോകുന്ന ഒരു സംശയമാണ് കൊളസ്ട്രോൾ കൂടില്ലേ എന്നുള്ളത്. ഇത് HDL അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനാണ് സഹായിക്കുന്നത്. പക്ഷേ ഇതൊരു പരിധിയിൽ കൂടുതലായാൽ പ്രശ്നമാണ്. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് തന്നെയാണ് മിതമായിട്ടുള്ള അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ. ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് 1 ടീസ്പൂൺ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഒരു ടേസ്റ്റ് എൻഹാൻസർ ആയിട്ടാണ് പറയുന്നത്. മഴക്കാലത്ത് കഴിക്കാൻ ഏറെ നല്ലതാണ്. ഈ കാലത്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള എല്ലാ ഭക്ഷണങ്ങൾക്കും കൂടുതൽ അതിൻ്റെ ഒരു പ്രത്യേക രുചി തന്നെ മനസ്സിലാക്കി തരാൻ സഹായിക്കുന്നതാണ് നെയ്യിൻ്റെ ഉപയോഗം. ഇനി ആയുർവേദത്തിൽ സ്നേഹപാനം എന്നുള്ളൊരു പ്രൊസീജിയറിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് എമൗണ്ട് കൂട്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 50, 100, 200 ml ഒക്കെ തന്നെ അഗ്നിബലത്തിനനുസരിച്ച് ഒരാഴ്ച കൊണ്ട് നമ്മൾ കൊടുത്ത് ഇത്തരം സ്നേഹനം ചെയ്യും. അതിനുശേഷം വമനം, വിരേചനം പോലുള്ള പഞ്ചകർമ്മ പ്രൊസീജിയർ ചെയ്യാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിത്തത്തെ ശമിപ്പിക്കാനും ദേഹപുഷ്ടി ഉണ്ടാക്കാനും അതൊരു പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ മാത്രം ചെയ്യാവുന്നതാണ്. അതിലൊക്കെയാണ് ഒരു പരിധിയിൽ കൂടുതൽ നെയ്യ് ഒരു ട്രീറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിൽ തന്നെ നമ്മൾ നെയ്യിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഏത് ദ്രവ്യം ഉപയോഗിച്ച് നമ്മൾ നെയ്യ് കഴിക്കുന്നു ആ ഒരു ദ്രവ്യത്തിൻ്റെ ഗുണമാണ് നെയ്യിനുണ്ടാവുക എന്നുള്ളതാണ്. എടുത്തു പറഞ്ഞാൽ ആയുർവേദത്തിൽ ഒരുപാടേറെ നെയ്യ് ഉപയോഗിച്ചിട്ടുള്ള ഫോർമുലേഷൻസ് ഉണ്ട്, മരുന്നുകളുണ്ട്. പ്രത്യേകിച്ചും ഇൻഫെർട്ടിലിറ്റി കേസിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഘൃതം എന്നുള്ളത്. ഇതിന് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. ഇത്തരം ഫെർട്ടിലിറ്റി കേസിലൊക്കെ തന്നെ നമുക്ക് ശരീരത്തിൽ നെയ്യ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ടിഷ്യൂസിനെയൊക്കെ തന്നെ ആക്റ്റീവ് ആക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ ബ്രഹ്മീഘൃതം അല്ലെങ്കിൽ കല്യാണഘൃതം, മഹാകല്യാണഘൃതം, പഞ്ചതിക്തഘൃതം, തിക്തഘൃതം അല്ലെങ്കിൽ ത്രിഫല, സുകുമാരഘൃതം, ഇന്ദുകാന്തഘൃതം, ശതാവരിഘൃതം, ജീവന്ത്യാദി, സാരസൂതഘൃതം, വിതാര്യാദിഘൃതം, ഇങ്ങനെയുള്ള ഒട്ടനേകം, എനിക്ക് തോന്നുന്നു ഒരു 60ഓളം ഫോർമുലേഷൻസ് ഇത്തരം ഘൃതം മറ്റുള്ള ഒരുപാടേറെ ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് ആയുർവേദത്തിൽ നമുക്ക് ലഭ്യമാണ്. അത് ഓരോ രോഗാവസ്ഥയ്ക്കും ഓരോന്നായിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ ഹോർമോണിനെയൊക്കെ ബാലൻസ് ചെയ്യാനും നെർവ് സിസ്റ്റത്തിനെ കാത്തു സൂക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളെ എല്ലാം നല്ല സ്ട്രോങ് ആക്കാനും സ്വരമാധുര്യം വർദ്ധിപ്പിക്കാനായാലും അങ്ങനെയുള്ള ഒരുപാടേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇനി അതിന് പുറമെ ജലദോഷം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തടയാൻ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗസ്, ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളൊക്കെ നെയ്യിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്യൂട്ടറിക് ആസിഡിൻ്റെ ഒരു മികച്ച ഉറവിടമാണ് നെയ്യ്. അതുകൊണ്ട് തന്നെ കുടലിലെ നല്ല ബാക്ടീരിയകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിൽ ഫൈബർ ബ്യൂട്ടറേറ്റ് തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹ്രസ്വ ചെയിൻ ഫാറ്റി ആസിഡാണ് ഇത്. അതുകൊണ്ട് വൻകുടൽ കോശങ്ങളെ അവയുടെ പ്രിയപ്പെട്ട ഊർജ്ജ സ്രോതസ്സായിട്ട് ബ്യൂട്ടറിക് ആസിഡിനെ ഉപയോഗിക്കുന്നുണ്ട്. ആരോഗ്യമുള്ളതും തിളക്കമുള്ള ഒരു ചർമ്മം നൽകാൻ ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട്, വീക്കം ഒക്കെ ഉണ്ടല്ലോ, അത് തടയാനും ഒക്കെ വളരെ നല്ലതാണ്. നിറവ്യത്യാസം ഒക്കെ ശരീരത്തിലുണ്ടെങ്കിൽ മാറ്റാനും നല്ല ചെറുപ്പം നിലനിർത്താനും വിഷവസ്തുക്കളെ പുറന്തള്ളാൻ, ചർമ്മത്തിന് മുടിക്കും നല്ല ഒരു തിളക്കം കൊടുക്കാനും നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആയുർവേദത്തിലെ ഒട്ടുമിക്ക ഫോർമുലേഷൻസിലും നമ്മളിത് ഉപയോഗിച്ച് വരാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് വൈസ് പഞ്ചകർമ്മത്തിലായാലും ഘൃതത്തെ ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പം മിതമായിട്ടുള്ള അളവിലെടുത്താൽ ഞാൻ ഈ പറയുന്ന ഒത്തിരിയേറെ ഗുണങ്ങളുള്ളതാണ്. ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചിലരൂടെ ഉണ്ട്. കിഡ്നി, ലിവർ അസുഖങ്ങൾ, ഹൈ കൊളസ്ട്രോൾ ഉള്ള അവസ്ഥ, ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവർ, അത്തരം പ്രശ്നങ്ങളൊക്കെ ശരീരത്തിനുള്ളവർക്കാണെങ്കിൽ ഇതിനെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. എടുക്കേണ്ടതില്ല. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട്, റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിതമായിട്ടുള്ള അളവിൽ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താം. അവർക്ക് വളർന്നു വരുന്ന പ്രായമായതുകൊണ്ട് തന്നെ അതുപോലെ മെമ്മറി പവർ കൂട്ടാനൊക്കെ ഏറെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു സ്പൂണെങ്കിലും ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.